നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മറ്റത്തൂർ ഇത്തുപാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇത്തുപാടം സ്വദേശിനി നിരഞ്ജനയാണ് മരിച്ചത്. തുമ്പൂർമൊഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൌകര്യങ്ങൾ കിട്ടാതെ വലയുന്നു. കുട്ടികളുടെ പാർക്കിലെ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതുമാണ് വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കിയത്. മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനക്കൂട്ടം കാർ തകർത്തു. അങ്കമാലി സ്വദേശികളുടെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനാക്രമണം നടന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയാണ് മരിച്ചത്. അമ്മ ഷൈജ, സഹോദരി അണിമ എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവും വയോജന ദിനാഘോഷവും വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സംസ്ഥാനതല സെമിനാറും തൃശൂരിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. 19 അംഗ കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. 3 വർഷത്തേക്കാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി. അതിരപ്പള്ളി വെറ്റിലപ്പാറ ശാസ്താപൂവം ഉന്നതിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥി തിരിച്ചെത്തി. ശാസ്താപൂവം ഉന്നതിയിലെ 14 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് തിരിച്ചെത്തിയത്. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ CITU നേതാവ് KN കുട്ടമണിയെ കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. CITU സംസ്ഥാന സമിതി അംഗവും കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജനറൽ സെക്രട്ടറിയുമാണ് കുട്ടമണി. ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സിംപോസിയം ST/SC കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജഡ്ജ് ഡോക്ടർ PN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവ സംഘം മണത്തല മണ്ഡലം കമ്മിറ്റി വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി പദസഞ്ചലനം നടത്തി. പൊതുയോഗത്തിൽ RSS ഗുരുവായൂർ ഖണ്ഡ് കാര്യവാഹക് CK മനോജ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വെൺമേനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പുര സമർപ്പണം നടത്തി. പള്ളിപ്പുറം വൈശാഖിന്റെ പ്രാമാണികത്വത്തിൽ നടപ്പുരമേളം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി 5 കണ്ണി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 3ാമത് അണ്ടർ-17 ഫുട്ബോൾ ടൂർണമെന്റ് യൂത്ത് ഫോഴ്സ് സ്പോർട്സ് പാർക്കിൽ നടന്നു. വടക്കേക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് സമ്മാനദാനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് ഫെഡറേഷൻ തൊഴിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ചാഴൂർ പഞ്ചായത്തിൽ നടന്ന സംഗമം ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമകയിൽ നാട്ടുപൂക്കളം ഒരുക്കി കുട്ടികൾ. ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പുഴയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി, ചാലക്കുടി നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ നദീ ദിനാചരണം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA നദീ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഇന്റർനാഷണൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ ജില്ലാ സമ്മേളനം പൊങ്ങണംകാട് മദർ തെരേസ അനാഥാലയത്തിൽ നടന്നു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന നവാഹ യജ്ഞത്തിന് സമാപനമായി. തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളം സൗന്ദര്യവൽക്കരണം യാഥാർത്ഥ്യമായി.
ബെന്നി ബെഹനാൻ എംപിയും VR സുനിൽകുമാർ MLAയും ചേർന്ന് പോളക്കുളത്തിന്റെ അനുബന്ധ പദ്ധതികൾ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ ബ്ലോക്ക് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാ നിഷാദ ഐക്യദാർഢ്യ സദസ്സ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പുളിയാമാക്കൽ ഷോട്ടോക്യാൻ കരാട്ടെ അക്കാദമിയുടെയും നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മഹാത്മാ ട്രസ്റ്റ് ചെയർമാൻ K. അജിത് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച വിവിധ പരിശീലന കളരികളുടെ ഉദ്ഘാടനം മേളപ്രതിഭ കൊടകര ഉണ്ണി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി K. കർത്ത അധ്യക്ഷത വഹിച്ചു. അഴകം യുവജന സംഘ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. വീട്ടുമുറ്റ സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M. രാജേഷ് നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം UK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം യൂത്ത് ലൈബ്രറിയുടെ വജ്ര ജൂബിലി ആഘോഷം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. എടതിരുത്തി പഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ചന്ദ്രാപിനിയിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. പെരിഞ്ഞനം വിശ്വപ്രകാശ് ആർട്സ് ക്ലബ്ബും MV വേണുഗോപാൽ സ്മാരക ലൈബ്രറിയും ചേർന്ന് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീമ ഹർജി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ക്ലാസ് 81 5K റൺ സീസൺ 2 എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെ 1000-ഓളം പേരെ പങ്കെടുപ്പിച്ച് കൂട്ടയോട്ടം സംഘടിപ്പിക്കും. ഞായറാഴ്ച തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന കൂട്ടയോട്ടം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും. നെല്ലുവായ് പതിയാരം കുന്നത്തേരി തടയണയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് എമിററ്റ്സ് മാർ ജേക്കബ് തൂങ്കുഴിയെ അനുസ്മരിച്ചു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ലൂർദ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ബലിയിൽ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. വയോജന കമ്മീഷൻ അംഗം EM രാധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ രക്തദാനം നടത്തിയ യുവജന സന്നദ്ധ പ്രവർത്തകരെ കൂനമുചി സത്സംഗ് ആദരിച്ചു. NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. അന്നമനട പഞ്ചായത്ത് വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഭവനരഹിതയായ വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനവും സ്കൂൾ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് BJP ശക്തൻ മാർക്കറ്റിൽ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി സ്ഥാനം രാജിവെച്ചു. വാർഡ് മെമ്പർ സ്ഥാനത്ത് തുടരും. പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. തീർത്ഥാടകർക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് ബൂത്തുകൾ, കുടിവെള്ള സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കും. കൂട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാസ് ശ്ലീഹയുടെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.